മൂന്നാം മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗവുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഖഫ് ഭേദഗതിയെ പുരോഗമനപരമെന്നും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ ചരിത്രപരമെന്നുമാണ് രാഷ്ട്രപതി വിശേഷിപ്പിച്ചത്. രാജ്യത്തിൻ്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ചു. നാളെ രാവിലെ ബജറ്റ് അവതരണം നടക്കും. അടിസ്ഥാന വികസനവും സാമൂഹ്യക്ഷേമ പദ്ധതികളും സ്ത്രീ ശാക്തീകരണവും ഡിജിറ്റൽ നിർമ്മിത ബുദ്ധി വിഷയങ്ങളിലെ പുരോഗതിയും ഊന്നിയായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ബജറ്റിൽ ഈ വിഷയങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന സൂചന പ്രസംഗത്തിലുണ്ടായി. മൂന്നാം മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതി പുതിയ പദ്ധതികളുടെ ആമുഖവും പ്രസംഗത്തിൽ വായിച്ചു. ഇന്ത്യ ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാകും. വഖഫ് നിയമ ഭേദഗതിയെ പുരോഗമനപരമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ ചരിത്രപരമെന്നും രാഷ്ട്രപതി വിശേഷിപ്പിച്ചു. ആദിവാസി പിന്നാക്ക ഇടത്തരം സ്ത്രീ വിഭാഗങ്ങളുടെ സമഗ്ര ക്ഷേമമാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രസംഗത്തിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. भारत जैसे देश की आर्थिक उन्नति मध्यम वर्ग मिडिल क्लास की आकांक्षाओं और उनकी पूर्ति से परिभाषित होती है. मध्यम वर्ग जितने बड़े सपने देखेगा, देश उतने ही ऊंचा उड़ान भरेगा. मेरे सरकार ने मुक्त स्वर से मध्यम वर्ग के योगदान को न केवल स्वीकारा है, बल्कि हर मौके पर उसे सराहा भी है. सरकारी कर्मचारी भी मिडिल क्लास के अहम प्रतिनिधि है. हाल ही में मेरी सरकार ने सरकारी कर्मचारियों के कल्याण के लिए 8वें वेतन आयोग के गठन का निर्णय लिया है. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിച്ച സർക്കാരാണിത്. ഗവേഷണത്തിലും കണ്ടുപിടുത്തത്തിലും ലോക റാങ്കിങ്ങിൽ ഉയർന്നു. 2047 വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. യുവാക്കളുടെ വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതെന്നും ഡിജിറ്റൽ തട്ടിപ്പ്, സൈബർ ക്രൈം, ഡീപ് ഫേക്ക് തുടങ്ങിയവ സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും ദേശസുരക്ഷയ്ക്കും വെല്ലുവിളിയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കാനായി 1.75 ലക്ഷം ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ചു. MSME, ഇ-കൊമേഴ്സ് മേഖലകൾക്കായി കൊണ്ടുവന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി രാജ്യത്തെ എല്ലാ മേഖലകളിലുമുള്ള വ്യവസായത്തിന് ഊർജ്ജമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. സ്വകാര്യ മേഖലയിൽ ജോലി സമയത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് സാമ്പത്തിക സർവേ. അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 6.3 മുതൽ 6.8% വരെ വളരുമെന്നും ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമായിരിക്കുമെന്ന് പറഞ്ഞു. അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സഭാ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ സഹകരണവും തേടി. 2047 जब आजादी के 100 साल होंगे, विकसित भारत का जो संकल्प देश ने लिया है, ये बजट सत्र, ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा कि देश जब आजादी के 100 साल मनाएगा तब विकसित होके रहेगा. 140 करोड़ देशवासी अपने सामूहिक प्रयास से इस संकल्प को परिपूर्ण करेंगे. അതേസമയം പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സംസാരിക്കാത്ത പ്രധാനമന്ത്രിയെന്ന് പ്രിയങ്ക ഗാന്ധി MP പ്രതികരിച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള സോണിയാഗാന്ധിയുടെ പ്രതികരണം വിവാദമാകുകയും ചെയ്തു. പാവം രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തി തളർന്നുപോയി എന്നായിരുന്നു സോണിയ പറഞ്ഞത്. ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം വലിയ ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നതിന്റെ തെളിവായി ആദ്യ ദിനം. ന്യൂസ് മലയാളം, ഡൽഹി.